dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Strategic Management, which is a co-paper for BCom Tax Procedure and Practices students under Kerala University. This is the fifth lecture of the series. In this lecture, we are discussing about the differences between strategy and tactics. Let us discuss what's the meaning of strategy and tactics. The term tactics and strategy are often confused. Tactics are the actual means used to gain an objective, while strategy is the overall campaign plan which may involve complex operational patterns, activity, and decision making that govern tactical execution. ടാറ്റിക്സിൻ്റെയും സ്ട്രാറ്റജിയുടെയും മീനിങ് എന്ന് പറയുന്നത് തന്ത്രങ്ങൾ എന്നുള്ള മീനിങ് തന്നെയാണ്. പക്ഷേ രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം. ടാക്ടിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വൽ മീൻസ്, ദാറ്റ് ഈസ് രീതികളെയാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിയുടെ മീനിങ്ങിൽ പറയുന്നു ഓവറാൾ ക്യാമ്പയിൻ പ്ലാൻ, മൊത്തത്തിലൊരു ഓർഗനൈസേഷൻ്റെ പ്ലാനിനെ അച്ചീവ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി. അത് ഇൻവോൾവ് ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷണൽ പാറ്റേൺസ്, ആക്ടിവിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ്, ഈ ചെറിയ ചെറിയ ടാക്ടിക്കൽസിൻ്റെ എക്സിക്യൂഷനാണ് സ്ട്രാറ്റജി. ലെറ്റ് us discuss the key differences between tactics and strategy. The following are the major differences between tactics and strategy. Tactics are the properly organized actions that help to achieve a certain end. The strategy is the integrated plan that ensures the achievement of organization objectives. ചെറിയ ചെറിയ പ്ലാൻസിനെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസിനെ ഓർഗനൈസ് ചെയ്ത് അത് നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതികളെയാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഓബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി. Then second one, tactics is a subset of strategy. Without the strategy, tactics can do nothing. സ്ട്രാറ്റജിയുടെ ഒരു സബ്സെറ്റാണ് ടാക്ടിക്സ്. സ്ട്രാറ്റജി ഇല്ലാതെ ടാക്ടിക്സിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സ്ട്രാറ്റജിയുടെ ബേസിലാണ് ടാക്ടിക്സ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടാക്ടിക്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ത്രൂ വിച്ച് സ്ട്രാറ്റജി ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. കൺവേഴ്സ്ലി, strategy is a unified set of activities that can help the organization to gain an advantageous position. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ട്രൈ ആണ് ടാക്ടിക്സ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ നേടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്ട്രാറ്റജി. Tactics are formulated by middle level management, whereas top level management formulate a strategy. ടാക്ടിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് എങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എടുക്കുന്നതാണ് സ്ട്രാറ്റജി. അപ്പം ടാക്ടിക്സും സ്ട്രാറ്റജിയും തമ്മിലുള്ള അടുത്ത ഡിഫറൻസ് പറയുന്നത് ടാക്ടിക്സ് എടുക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ് എങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് സ്ട്രാറ്റജി എടുക്കുക. നെക്സ്റ്റ് വൺ, ടാക്ടിക്സ് ഇൻവോൾവ് ലോവർ റിസ്ക് ആസ് കമ്പയർഡ് ടു സ്ട്രാറ്റജി. ടാക്ടിക്സിൽ എപ്പോഴും റിസ്ക് കുറവായിരിക്കും കമ്പയർഡ് ടു സ്ട്രാറ്റജി. സ്ട്രാറ്റജിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ടാക്ടിക്സിൽ റിസ്ക് കുറവായിരിക്കും. ടാക്ടിക്സ് ആർ പ്രിവെൻറ്റീവ് ഇൻ നേച്ചർ വൈൽ സ്ട്രാറ്റജി ഈസ് കോമ്പറ്റീറ്റീവ് ഇൻ നേച്ചർ. ടാക്ടിക്സ് ഒരു പ്രിവെൻറ്റീവ് നേച്ചറിലുള്ളതാണ്, എല്ലാത്തിനെയും തടയുന്ന, ഉണ്ടാകാതെ നോക്കുന്ന ഒരു രീതിയാണ് ടാക്ടിക്സിനുള്ളത് എങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് നേച്ചറാണ്, എല്ലാത്തിനെയും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു നേച്ചറാണ് സ്ട്രാറ്റജിക്കുള്ളത്. നെക്സ്റ്റ് വൺ, ടാക്ടിക്സ് ആർ ഡിഫൈൻഡ് ആസ് എ ട്രിപ്പ് ദാറ്റ് ഈസ് ടിപ്പിക്കലി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, ബട്ട് ദ സ്ട്രാറ്റജി ഈസ് എ ജേർണി ദാറ്റ് ലെറ്റ്സ് ദ കമ്പനി ട്രാവൽ ഫ്രം വൺ പൊസിഷൻ ടു അനദർ, ഹെൻസ് ഇറ്റ് ഈസ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ. ടാക്ടിക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ് എങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Tactics frequently change with the changes in the market conditions. However,
The strategy remains the same for a long period. ടാക്ടിക്സ് എപ്പോഴും നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ടാക്ടിക്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കുള്ളതായതുകൊണ്ട് തന്നെ അതെപ്പോഴും ഒരുപാട് കാലത്തേക്ക് സെയിം തന്നെയായിരിക്കും, ആ സ്ട്രാറ്റജി തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. പെട്ടെന്നൊരു ചേഞ്ച് സ്ട്രാറ്റജിയിൽ ഉണ്ടാവുകയില്ല. ടാക്ടിക്സ് ഹാവ് എ റിയാക്റ്റീവ് അപ്രോച്ച് അൺലൈക്ക് സ്ട്രാറ്റജി. സ്ട്രാറ്റജിയെ പോലെയല്ല ടാക്ടിക്സ് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് അപ്രോച്ചാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ റിയാക്ഷൻ ടാക്ടിക്സിലുണ്ടാവും. ടാക്ടിക്സ് ആർ മെയ്ഡ് ഫോർ കോപ്പിയിങ് വിത്ത് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇൻ കോൺട്രാസ്റ്റ് സ്ട്രാറ്റജി ദേ ആർ മെയ്ഡ് ഫോർ ഫ്യൂച്ചർ. പ്രസൻറ്റ് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്ടിക്സ് എടുക്കുന്നത് എങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എടുക്കുന്നത് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. These are the key differences between tactics and strategy. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.